ഞാൻ ഡ്രാഗൺ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ച് അനിമേറ്റഡ് സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സീരീസ് 1984 തൊട്ട് ഒരു 2010 വരെ ഈ ഇതിന് കുറേ അധികം ഫാൻസ് ഉണ്ട്. ഇപ്പോഴും ഇതിന് ഫാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ ജനറേഷനിലുള്ള ആളുകൾ കുറേ അധികം പേര് കണ്ടിട്ടുണ്ടാവും. ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ ഈ ഡ്രാഗൺ ബോൾസ് കണ്ടിട്ടുണ്ടോയെന്ന് സംശയമാണ്. അതായത് എന്താണ് പറയുന്നത്, മില്ലേനിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ജെൻസി കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ സംശയമാണ്. അപ്പോൾ അവരെ കാണാത്തവരെ ഇത് കണ്ടുപിടിച്ച് കാണണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതൊരു നല്ലൊരു കഥയാണ്. ഒരു സൂപ്പർമാനിൻ്റെ പോലെ ഒരു സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു കഥയാണ്. സൂപ്പർമാൻ്റെ കഥ പോലെ തന്നെ ഈ കാക്രോത്ത് അല്ലെങ്കിൽ കൊഗു എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ആ പ്ലാനറ്റ് അവർ താമസിച്ചിരുന്ന അവരുടെ ഓൺ പ്ലാനറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസ് ഉണ്ട്. ആ പ്രത്യേക തരത്തിലുള്ള റേസിങ് ഒരു പ്ലാനറ്റ് പൊട്ടിത്തെറിക്കുകയാണ് ഡിസൻലി. ആ പ്ലാനറ്റ് പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ നിന്ന് അഡൽട്ടായിട്ടുള്ള ആളുകളൊക്കെ കൂട്ടത്തോടെ മരിക്കുകയും അവിടെ നിന്ന് കുറച്ചധികം കുട്ടികളെ ഒരു സ്പേസ് പോഡിൽ ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള ഒരു സ്പേസ് പോഡിൽ അവരെ ഡിസ്റ്റൻ്റ് പ്ലാനറ്റുകളിലേക്ക് വിടുകയാണ്. അങ്ങനെ കൊഗുന്നു അല്ലെങ്കിൽ കാക്രാത്ത് എന്ന് പറഞ്ഞുള്ള കഥാപാത്രം ഭൂമിയിൽ ഇങ്ങനെ പ്ലാനറ്റിൽ വന്ന് സ്പേസ് ഷിപ്പിൽ ഇറങ്ങിയ ആ കുട്ടിയായിട്ടുള്ള ഗോപുവിനെ കൊഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം കണ്ടെത്തുകയും ഈ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈവിളായിട്ടുള്ള റേസാണ്. ഇവർ ഏതെങ്കിലും പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്ലാനറ്റ് പിടിച്ചടക്കി അവിടെ ഉള്ളവരെയൊക്കെ തട്ടിക്കളഞ്ഞ് അവിടെ ആ പ്ലാനറ്റ് വേറെ ആൾക്ക് വിൽക്കുന്ന തൊഴിലുള്ള ആളുകളാണ് സയൻസ്. പക്ഷേ ഗോഹാൻസ് ഈ ഗോകുവിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും നന്മതിന്മകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഗോകുവിൻ്റെ ഒരു എന്തോ ഒരു പ്രശ്നം കാരണം ഗോഹാൻ പെട്ടെന്ന് മരിക്കുന്നുമുണ്ട്. പിന്നീട് ഗോകുവിന് കുറച്ചധികം കൂട്ടുകാരെ കിട്ടുന്നതും അവർ കൂട്ടുകാരും പിന്നെ ഫാമിലി അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫാമിലി ഒരു കല്യാണം കഴിക്കാനും അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഒരു സ്റ്റോറി മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോ പ്ലാനറ്റിൽ നിന്ന് വരുന്ന വില്ലൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും എർത്തിൽ നിന്നുള്ള വില്ലൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ഫൈറ്റും പവറപ്പും പിന്നെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഫാമിലി സ്റ്റോറിയും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസാണ് ഡ്രാഗൺ ബോൾസ്. ഇത് കാണാത്തവർ കണ്ടുപിടിച്ച് കാണണം എന്നെൻ്റെ അഭ്യർത്ഥനയാണ്.